പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചകളേയില്ല. മറിച്ച് വൈകുന്നേരങ്ങളിൽ മിക്കവാറും ചാനലുകളെല്ലാം നടക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അതാവട്ടെ അങ്ങേയറ്റം നിരാശജനകവുമാണ്. ലെവലേശം താല്പര്യം അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ എനിക്കില്ല. മഹാഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളായ മുസ്ലിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്. UDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ മുൻപിൽ ഘടകകക്ഷികളുടെ കൊടിയോടൊപ്പം വെൽഫെയർ പാർട്ടിയുടെ കൊടി കൂടി അവർ കൊണ്ടുപോയി കെട്ടി. UDF അത് അടിച്ചു കളഞ്ഞതുമില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. UDFൻ്റെ ഒരു ഘടകകക്ഷിയെ പോലെ നിൽക്കുന്നു. സമീപകാലത്ത് SDPI ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവരായി മാറി. ലീഗ് അതിന് വഴങ്ങിക്കൊടുത്തു. അപ്പോൾ മാധ്യമപ്രവർത്തനത്തോട് എന്തോ ഒരു ശത്രുത, ഒരു വിപ്രതിപത്തി എനിക്കുണ്ട് എന്നൊരു പ്രതീതി പരത്താനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് ബോധപൂർവം ആരെങ്കിലും ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതായിരിക്കില്ല, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം എൻ്റെ അച്ഛൻ്റെ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമാകുമെന്ന് എനിക്കറിയില്ല. എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മരണം യാഥാർത്ഥ്യമല്ല എന്ന് പറയാം. മരണം യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഹോച്ചിമിൻ എഴുതുന്നത് ഡെത്ത് ഈസ് നോട്ട് റിയൽ എന്നാണ്. എനിക്ക് തോന്നുന്നു ഡെത്ത് ഈസ് നോട്ട് റിയൽ വെൻ വൺ ഹാസ് ഡൺ ഹിസ് ലൈഫ്സ് വർക്ക് വെൽ എന്നാണ് ഹോച്ചിമിൻ എഴുതുന്നത്. അപ്പോൾ നിരതരായ ആളുകൾക്ക് മരണമില്ല എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് EMSന് ശരിക്കും യോജിക്കും എന്നെനിക്ക് തോന്നുന്നു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരത്തുണ്ടായിരുന്ന സമയത്തെല്ലാം ടെലിവിഷൻ ചർച്ചകൾ സജീവമായിരുന്നല്ലോ. ഈ നേരത്തെ പറഞ്ഞ ഒരു പുതിയ സാഹചര്യം അല്ലെങ്കിൽ കുറച്ചുകൂടി വിനോദവൽക്കരിക്കപ്പെട്ടു എന്നുള്ള ഘട്ടത്തിലാണോ ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ സാന്നിധ്യം കുറച്ചത്? ഞാൻ കൈരളിയിലല്ലാതെ ഇപ്പോൾ കാണാറില്ല. ഞാൻ ആദ്യമായിട്ട് കേരളത്തിലൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് 2003 എൻ്റെ ഓർമ്മ. 2003 ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ് 21 വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്ന് കേരളത്തിലെ പ്രധാന ടെലിവിഷൻ ചാനലുകളിലെ വാർത്താ അവതാരകരിൽ പലരും അന്ന് അങ്ങനെ ആ രംഗത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു നിരീക്ഷണം, പൊതുവിൽ ചർച്ചകളെ ഇഷ്ടപ്പെടുന്ന ആണ് ഞാൻ. ടെലിവിഷൻ ചാനൽ ചർച്ചകളെയല്ല, പൊതുവായ ചർച്ചകളെ തന്നെ, സംവാദങ്ങളെ, രാഷ്ട്രീയ സംവാദങ്ങൾ, ചർച്ചകൾ, അതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചകളേയില്ല. മറിച്ച് വൈകുന്നേരങ്ങളിൽ മിക്കവാറും ചാനലുകളെല്ലാം നടക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അതാവട്ടെ അങ്ങേയറ്റം നിരാശജനകവുമാണ്. ബഹളമയമായി, വിവാദങ്ങളായി, തർക്കങ്ങളായി, തെറിവിളികളായി, അധിക്ഷേപങ്ങളായി, കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്ന വിധത്തിൽ സ്തോഭജനകമായി അവതരിപ്പിക്കുക. ഇതെല്ലാം ഒരു ഷോയായി മാറിയിരിക്കുന്നു. ഇത് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കണമെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവണം എന്ന നിലയിലേക്ക് എത്തി. ഇതെൻ്റെ ഒരു നിരീക്ഷണമാണ്. പക്ഷേ ഈ 2003 ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഒരു കാലത്ത് വളരെ സജീവമായി ചാനൽ ചർച്ചകളിൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഇതിൻ്റെ സ്വഭാവങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രതിലോമകരമായ രീതിയിലേക്ക് ഈ ചർച്ചകൾ മാറി. ചർച്ചകൾ നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ആ നിലയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത്. പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, സൃഷ്ടിപരമായ ഒരു ചർച്ചയും നടത്താൻ ഇപ്പോൾ ചാനലുകൾ ആഗ്രഹിക്കുന്നതേയില്ല. നമ്മൾ 1 മണിക്കൂർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ആ ചർച്ച കേൾക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രേക്ഷകനായിരിക്കുകയാണെങ്കിൽ, ഒരു വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സംവാദങ്ങളെക്കുറിച്ച് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, അറിയാനും അറിയിക്കാനും വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നു, ആ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ പ്രേക്ഷകരുടെ മുൻപാകെ അവതരിപ്പിക്കുക എന്നതാണ് ഒരു ചർച്ചയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു ചർച്ചയിൽ അങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. അവതാരകർക്ക് ഇപ്പോൾ ഭാരിച്ച പണിയാണ് സംഘർഷഭരിതമായി പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്ന അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ടെലിവിഷൻ ചാനൽ ചർച്ചകൾ മറ്റെന്തോ ആയി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കടുത്ത ജനാധിപത്യ വിരുദ്ധത, പരസ്പര ബഹുമാനമില്ലായ്മ, ചർച്ച ചെയ്യുന്ന വിഷയത്തോട് യാതൊരു വിധത്തിലും നീതി പുലർത്താതിരിക്കുക, ഒപ്പം നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളും അജണ്ടകളും കടന്നുകൂടുക. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദൃശ്യപാതകമായി
ടെലിവിഷൻ ചാനൽ ചർച്ചകൾ മാറി. മാധ്യമരംഗത്തുള്ള ഒരു മാലിന്യമായി ഇത്തരം ചർച്ചകളെ മാറ്റിയെടുക്കുന്നതിനാണ് ഈ കൂട്ടർക്കെല്ലാം താല്പര്യം എന്നാണ് തോന്നുക. ഒപ്പം അവതാരകരെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു ചർച്ച സൃഷ്ടിപരമായി മുൻപോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അവതാരകർക്കാണ്. എന്നാൽ അവതാരകരായി ഇന്ന് ഏതാണ്ടെല്ലാവരും ഏറ്റവും കടുത്ത ജനാധിപത്യ വിരുദ്ധത, സ്വേച്ഛാധികാര പ്രവണത ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ചർച്ചയിൽ ലഭിക്കുന്ന ഒരു സാന്ദർഭിക അധികാരമാണ് അവതാരകയുടെ അധികാരം. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അവർ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ ശരിയായി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അരോചകമാം വിധം പക്ഷം പിടിച്ചുള്ള ആക്ഷേപങ്ങൾ, താൻ ഉദ്ദേശിക്കുന്ന നിലയിലല്ല ചർച്ച പോകുന്നത്, അല്ലെങ്കിൽ ഓരോ അവതാരകരും ഒരു അജണ്ടയോടുകൂടിയാണ് ചർച്ചയെ നയിക്കാൻ വരുന്നത്. അവരൊരു പക്ഷത്ത് നിൽക്കുകയാണ്. പക്ഷേ അവരുടെ വാദമുഖങ്ങൾ പൊളിഞ്ഞു പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ ചർച്ച തടസ്സപ്പെടുത്തുക എന്തൊരു അപമര്യാദയാണത്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്തുക, വേണമെങ്കിൽ സമയം നിശ്ചയിക്കുക. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അത് അസ്വീകാര്യമായിരിക്കാം സംസാരിക്കുന്നത്, ചിലപ്പോൾ അത് വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ല. പക്ഷേ അതിനുശേഷം ചൂണ്ടിക്കാണിക്കുകയോ പ്രേക്ഷകർ വിലയിരുത്തുകയോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യ വാചകത്തിൻ്റെ ആദ്യ അക്ഷരത്തിൽ തന്നെ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് എത്രമാത്രം അപഹാസ്യമാണ്. തുടരെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു, നിങ്ങളുടെ മൈക്കിൻ്റെ ശബ്ദം കുറച്ചു വെക്കുന്നു, ചില വേളകളിൽ നിങ്ങളുടെ മൈക്ക് ഓഫാക്കുന്നു, നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്ന ഒരു 4 പേരെ കൊണ്ടുവന്നിരുത്തി അവതാരകരും അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ മറുപടി 5 പേരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇതൊക്കെ തീർത്തും മോശമായ എന്തെങ്കിലും ഒരു മലയാള വാക്ക് ഞാൻ പറഞ്ഞതായി നിങ്ങൾ കണക്കാക്കിയേക്കുക. അതാണ്, അങ്ങനെ നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയും. പലപ്പോഴും അവതാരകരുടെ പ്രകടനം കാണുമ്പോൾ തോന്നാറ് യഥാർത്ഥ ജീവിതത്തിൽ അവരൊരു സർക്കാർ ഓഫീസിലെ പ്യൂണോ, ഒരു കളക്ടറോ, ഒരു മന്ത്രിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു ചുമതലയാണ്, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ചുമതലയിൽ അവർ നിയോഗിക്കപ്പെട്ടാൽ അവരെത്രമാത്രം അപകടകാരികളായ ഏകാധിപതികളും ജനാധിപത്യ വിരുദ്ധരും സമൂഹത്തിൽ കടുത്ത കുറ്റകൃത്യം ചെയ്യുന്നവരുമായി മാറും എന്നാണ് അവരുടെ മാനസികാവസ്ഥ, ചർച്ചയെ നയിക്കുന്ന മാനസികാവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. അഹന്തയും പരപുച്ഛവും PCR മേൽ നിയന്ത്രണമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന ചർച്ചയിൽ നിങ്ങൾ തന്നെ ജയിക്കും എന്ന നിലയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന അല്പത്തരത്തിൻ്റെ വികൃത രൂപമായിട്ടാണ് ഇന്നത്തെ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ലെവലേശം താല്പര്യം അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ എനിക്കില്ല. പിന്നെ ഇപ്പോൾ പാർട്ടി നിശ്ചയിച്ച മറ്റു ചുമതലകളും മറ്റും നിർവഹിക്കേണ്ടത് കൊണ്ട് അതിൻ്റേതായ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉള്ളതുകൊണ്ട് അത് ഞാനൊരു സൗകര്യമായി കൂടി തന്നെ കണക്കാക്കുകയാണ്. മാത്രവുമല്ല, ഇന്നത്തെ ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഏതാണ്ടെല്ലാം അതിൽ പങ്കെടുക്കുന്നവർക്കും ആ ചർച്ച കാണുന്ന പ്രേക്ഷകനും ആ 1 മണിക്കൂർ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്തെങ്കിലും അവർക്ക് അവരുടെ വിവിധ വിഷയങ്ങളിലുള്ള ധാരണകളെ മെച്ചപ്പെടുത്താൻ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. അതുകൊണ്ട് ഇന്നത്തെ പൊതുവായ ചർച്ചകളോട് എനിക്ക് ഈ നിലപാടാണ്, ഈ മനോഭാവമാണുള്ളത്. നാളെ പാർട്ടി കർശനമായി പോയേ പറ്റൂ എന്നതിനോട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. വാർത്താ ചാനലുകൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ല, കാണാറില്ല? അല്ല, ഞാനങ്ങനെ കാണുന്നില്ല എന്ന് തീരുമാനമെടുത്തിട്ടൊന്നുമില്ല. അങ്ങനത്തെ വിരോധമൊന്നും എനിക്കില്ല. പക്ഷെ ഞാനതിനൊരു മുൻഗണനയൊന്നും കൊടുക്കാറില്ല. സാന്ദർഭികമായി ചിലപ്പോൾ കാണേണ്ടി വന്നാൽ കാണും. ചിലപ്പോൾ ഒരു വാർത്തയെ സംബന്ധിച്ച്, ഇപ്പോൾ പത്രവുമായി ബന്ധപ്പെട്ട ചുമതലകൾ കൂടി നിർവഹിക്കുന്നുണ്ട്, നമുക്ക് പല വാർത്തകളും പല മാധ്യമങ്ങളും ഒക്കെ പരിശോധിക്കുകയും കാണുകയും വേണ്ടി വരും. പക്ഷെ അതൊരു പൊതുവായ ആവശ്യത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്നതാണ്. മലയാള മാധ്യമ പ്രവർത്തന രംഗം ഇന്ന് മലയാള മാധ്യമ പ്രവർത്തന രംഗത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ വിമർശനപരമായി പരിശോധിക്കുകയും അത് ഇങ്ങനെ തന്നെയാണോ പോകേണ്ടത് എന്ന് ചിന്തിക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാധ്യമപ്രവർത്തകരുടെ, അതായത് മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന, മാധ്യമപ്രവർത്തനത്തോട് ആദരവും അതിനോട് ആഭിമുഖ്യവുമുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു മൂവ്മെൻറ്റ് മലയാള മാധ്യമ പ്രവർത്തനത്തെ
മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള CPM-ന്റെ മുൻ നിലപാട് ഇതായിരുന്നില്ല, പരസ്യമായി സ്വാഗതം ചെയ്യുകയും ഒന്നിച്ചു നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ നാം കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രത്യേക വിഭാഗമാണ്. മുൻപൊക്കെ സമൂഹത്തിലൊട്ടും സ്വീകാര്യതയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ. മഹാഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളായ മുസ്ലിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും വളരെ വിചിത്രമായ നിലപാടുകളാണ് മുൻപ് സ്വീകരിച്ചിരുന്നത്. അവർ സർക്കാർ ജോലി സ്വീകരിക്കുമായിരുന്നില്ല, സർക്കാർ ജോലി സ്വീകരിക്കില്ല, വോട്ട് രേഖപ്പെടുത്തില്ല, അങ്ങനെയൊക്കെ ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ സമയം ഉണ്ടായേക്കില്ല. എന്നാൽ പിന്നീട് ആ നിലപാടുകളിൽ നിന്ന് മാറ്റം വന്നു. അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി, സർക്കാർ ജോലി സ്വീകരിക്കാൻ തുടങ്ങി. അതൊക്കെ നല്ല കാര്യം എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നീട് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുമ്പോൾ അവർ UDF-ന് സമ്പൂർണ്ണ പിന്തുണ കൊടുത്തു. UDF-ലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയായി പ്രവർത്തിച്ചു. UDF-ൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ മുൻപിൽ ഘടകകക്ഷികളുടെ കൊടിയോടൊപ്പം വെൽഫെയർ പാർട്ടിയുടെ കൊടി കൂടി അവർ കൊണ്ടുപോയി കെട്ടി. UDF അത് അടിച്ചു കളഞ്ഞതുമില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, UDF-ൻ്റെ ഒരു ഘടകകക്ഷിയെ പോലെ നിൽക്കുന്നു. സമീപകാലത്ത് SDPI-യുമായി ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവരായി മാറി. ലീഗ് അതിന് വഴങ്ങിക്കൊടുത്തു. അതാണ് നേരത്തെയും നമ്മൾ സംസാരിച്ചത്. ഈ അപകടം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പ്രതിപക്ഷവും മറ്റു ചിലരും ഇടതുപക്ഷവും സഹകരിച്ചിട്ടുണ്ട് എന്ന വാദം പറയുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. എന്നാൽ ഇങ്ങനെയൊരു വാദത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ജമാഅത്തെ ഇസ്ലാമി മുൻപ് ചില ഘട്ടങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ചില തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമായിരുന്നു. അത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ LDF-ലെ ചില സ്ഥാനാർത്ഥികളെയും UDF-ലെ ചില സ്ഥാനാർത്ഥികളെയും അവർ പിന്തുണച്ചിട്ടുണ്ട്. അത് പൊതുവായി അവർ പ്രസ്താവന ഇറക്കുകയാണ് ചെയ്യുക. ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ. അക്കൂട്ടത്തിൽ ചില LDF സ്ഥാനാർത്ഥികളെയും അവർ പിന്തുണച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധം ചേർന്നതിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. അത് പല തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ എണ്ണത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഒരു മുന്നണിയായിരിക്കാം, മറ്റു മണ്ഡലങ്ങൾ വേറൊരു മുന്നണിയായിരിക്കാം. സ്ഥിരമായി അവരെ എതിർക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതല്ല പ്രശ്നം. ഇത് SDPI-യുമായി ചേർന്ന് വളരെ അപകടകരമായ ഒരു നിലപാട് സ്വീകരിച്ച് അത് മുസ്ലിം ലീഗിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അത് UDF-ൻ്റെ നയമാക്കി മാറ്റി അങ്ങനെ പോകുന്നത് നമ്മുടെ നാട്ടിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ശക്തി പകരും എന്ന വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് ഉയർന്നു വരുന്ന സമയത്ത് മുൻപ് ഏതെങ്കിലും മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ചില നിലപാടുകളെ ചൂണ്ടിക്കാട്ടി അതിനെ പൊതുവൽക്കരിച്ച് പറയുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷത്തു നിന്ന് മാധ്യമ വിമർശനം നിരന്തരം നടത്തിയിരിക്കുന്ന, പേരെടുത്ത് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് മാധ്യമങ്ങളുടെ കാര്യത്തിൽ. തിരിച്ച് മാധ്യമങ്ങളുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം CPM-ൻ്റെ സമ്മേളന കാലം കൂടിയായിട്ട് പറയുകയാണ്. CPM-ൻ്റെ സമ്മേളന വേദികളുമായി ബന്ധപ്പെട്ട് സ്വരാജ് വളരെ നിശിതമായിട്ട് മുതിർന്ന, ഇപ്പം VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്ന ഒരു സാധനം, VS-നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഇതൊക്കെ ഓൾറെഡി വിശദീകരിച്ചാണ്. നമുക്കറിയാം ഈ പറഞ്ഞ ഒരു പോസ്റ്റ് ട്രൂത്ത് സിനാരിയോയിൽ നാളെയും ഇതൊരു വാദഗതിയായോ രാഷ്ട്രീയ നിരീക്ഷകരുടെ മറ്റേതെങ്കിലും ഗോളിൽ നിന്നുള്ളൊരു അഭിപ്രായമായിട്ട് വരാം. ആ സാഹചര്യത്തിൽ ചോദിക്കുന്നതാണ്. VS-യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സമ്മേളന വേദിയിൽ പറഞ്ഞതായി പറയുന്നത്. ഒന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്, രണ്ടാമത് ഈ പറഞ്ഞ സംഗതി. അതിലൊരു 1-2 കാര്യത്തിൽ തിരുത്തലൊക്കെ വന്നിട്ടുണ്ട്, ഓൾറെഡി വിശദീകരിച്ചതാണ്. ഇത് ശരിക്ക് അങ്ങനെ ഈ പറഞ്ഞ മാധ്യമ വിമർശനത്തിന് തിരിച്ചു കിട്ടുന്ന സംഗതിയായിട്ടാണോ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ ഘട്ടത്തിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്? ഇതിനൊപ്പമുള്ളത് ഇപ്പം സമ്മേളന വേദി എന്ന് പറയുന്ന ഒരു അടച്ചുറപ്പുള്ള കേന്ദ്രത്തിൽ നിന്ന് അകമേ നടന്ന ഏതെങ്കിലും തരത്തിലുള്ള നീക്കമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എനിക്ക് സാമാന്യേന വിശദമായി തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ച ഒരു സംഭവത്തോട് മാത്രമല്ല, പൊതുവായ ഈ ഒരു വിഷയം. സത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തെ ഏറെ ആദരവോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, വ്യക്തി എന്ന നിലയിൽ. ഇപ്പോൾ ഞാനും ഒരർത്ഥത്തിൽ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തനത്തോട് എന്തോ ഒരു ശത്രുത, ഒരു വിപ്രതിപത്തി എനിക്കുണ്ട് എന്നൊരു പ്രതീതി പരത്താനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് ബോധപൂർവം ആരെങ്കിലും ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതായിരിക്കില്ല, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്.
മാധ്യമപ്രവർത്തനത്തെ ഏറ്റവും സവിശേഷമായ ഒരു രംഗമായി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ 100% നിഷ്പക്ഷവും നീതിപൂർവവുമായ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു മാധ്യമം എന്ന് പറയുന്നത് സങ്കല്പം മാത്രമാണെന്ന് ഹാരോൾഡ് ഇവാൻസ് ആണ് പറഞ്ഞത്, ടൈംസിൻ്റെ പത്രാധിപരായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒന്നാണ്, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്ററായിരുന്നു ജോൺ സുൻഡൻ. അദ്ദേഹം 1860കളിൽ സ്വന്തമായി ഒരു പത്രം പുറത്തിറക്കി. സുൻഡൻസ് ന്യൂസ് പേപ്പർ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അത് പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വളരെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ വാചകം തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കടുത്ത ഞാൻ കേട്ടിട്ടുള്ള മാധ്യമ വിമർശനങ്ങളിൽ ഏറ്റവും മൂർച്ചയേറിയ അതിശക്തമായ മാധ്യമ വിമർശനമാണ് സുൻഡൻ്റെ അന്നത്തെ പ്രസംഗം. അത് അത്രത്തോളം മൂർച്ചയുള്ളൊരു മാധ്യമ വിമർശനം ഞാൻ കേട്ടിട്ടില്ല വേറെ. പക്ഷേ അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സ്വന്തം നിലയിലൊരു മാധ്യമം ആരംഭിക്കുകയും ചെയ്ത ഒരാളാണ്. ഇതെല്ലാം മാധ്യമ പ്രവർത്തന രംഗത്തെ ചില ന്യൂനതകൾ, വിമർശനങ്ങൾ, പ്രശ്നങ്ങളായി നിലനിൽക്കുമ്പോഴും മാധ്യമപ്രവർത്തനത്തെ, ആ മേഖലയെ ഇപ്പോഴും ആദരവോടുകൂടി കാണുകയും അത് സവിശേഷമായൊരു മേഖലയാണ് എന്ന് ചിന്തിക്കുകയും സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്വം, ഒരുപാട് കടമകൾ മാധ്യമപ്രവർത്തകർക്ക് നിർവഹിക്കാനുണ്ട്. അത് മറ്റേതെങ്കിലും ഒരു തൊഴിൽ പോലെയല്ല, മറ്റേതെങ്കിലും സാധാരണ നിലയിൽ നാം കണ്ടുപരിചയിച്ച തൊഴിൽ പോലെയല്ല, അതിനേക്കാൾ ഉത്തരവാദിത്വപൂർണമായ ഒന്നാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ നിലപാട് തന്നെയാണ്. മാധ്യമങ്ങളുടെ ചില വാർത്തകളെ മുൻനിർത്തി, ചില വാർത്തകളെ അവതരിപ്പിക്കുന്ന ശൈലിയെ മുൻനിർത്തി, ചില സംഭവങ്ങളോടുള്ള ശൈലിയെ മുൻനിർത്തി, അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ആ വിശേഷണത്തിന് ഒട്ടും അർഹതയില്ലാത്ത രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ശക്തിയായി വിമർശിച്ചിട്ടുണ്ടാവാം. ഉപയോഗിച്ച വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകളായിരിക്കാം. അത് ഓരോ കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. ചിലപ്പോൾ അതേ വാചകങ്ങൾ ഉപയോഗിച്ച് നാളെ നമ്മൾ വിമർശിച്ചൊന്നും വരില്ല. അത് മറ്റൊരു കാര്യമാണ്. വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനം ഉയർത്തുമ്പോഴും മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രസക്തിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല, നാളെയും ചോദ്യം ചെയ്യില്ല. വിമർശനങ്ങൾ തുടരുകയും ചെയ്യും. പക്ഷേ എൻ്റെ അനുഭവം, വ്യക്തിപരമായ അനുഭവം, അത്തരം വിമർശനങ്ങളുടെ കൂടി ഭാഗമായി അതിനെ ഒട്ടും ക്രിയാത്മകമായി സ്വീകരിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഇപ്പോൾ നേരത്തെ ഒരു കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ, EMSൻ്റെ അതുമായിട്ടൊന്നും ചേർത്ത് പറയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരാളെ വിരോധമുണ്ടെങ്കിൽ, ഒരു മാധ്യമത്തിന് ഒരാളെ വിരോധമുണ്ടെങ്കിൽ, ആ വിരോധം ചിലപ്പോൾ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലൊരു കാർട്ടൂണൊക്കെ വന്നേക്കും. എന്നാൽ അയാളുടെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ? ഇനി അയാളുടെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കേണ്ട ഒരു സന്ദർഭം വന്നുവെങ്കിൽ അയാളുടെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ? എന്നാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം എൻ്റെ അച്ഛൻ്റെ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമാകുമെന്ന് എനിക്കറിയില്ല. എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഉന്നയിച്ചൊരു വിമർശനത്തെ, ആ വിമർശനത്തിൻ്റെ മെറിറ്റിൽ, അല്ലെങ്കിൽ ആ വിമർശനം ചിലപ്പോൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അതിനെ തുറന്നു കാണിക്കുക എന്നത് മാധ്യമത്തിൻ്റെ ദൗത്യമാണ്. അതിനു പകരം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മാധ്യമ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു വലുപ്പം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഇത് ഏത് കോണ്ടെക്സ്റ്റിലായിരുന്നു ഇത്? അത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ തന്നെ ഇപ്പോൾ വളരെ നിസ്സാരനായ ഒരാളാണ് ഞാൻ എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും സ്ഥിതി? ഒരു സാധാരണ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന ഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം, 2005 അപ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്, വളരെ അത്ഭുതം. ഈ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം പോയോ എന്ന് നോക്കുമ്പോൾ, അപ്പോൾ ആ ഒരു വലിപ്പമേ ഉള്ളൂ എന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ, ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം ഉള്ള ഒരു പ്രസംഗത്തിലെ ആദ്യത്തെ ഒരു വാചകം എടുത്ത ശേഷം പിന്നീട് മിനിറ്റുകൾക്ക് ശേഷം കോൺഗ്രസിനെതിരെയുള്ള ഒരു വിമർശന വാചകം ചേർത്ത് വെച്ച് അത് CPIക്കെതിരെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത നൽകി. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, അരമണിക്കൂറോ മറ്റോ ഉള്ളൊരു പ്രസംഗം സൂക്ഷ്മമായി അവർ നിരീക്ഷിച്ച് അതിൻ്റെ പകുതിയിലോ മറ്റോ ഉള്ള ഒരു വാചകത്തെ ആദ്യത്തെ വാചകത്തോട് ചേർത്ത് വെച്ച് CPIക്കെതിരായി ഇങ്ങനൊരു വിമർശനം, കോൺഗ്രസിനെതിരായിട്ടാണ് വിമർശനം. പക്ഷേ ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ CPIക്കാരും കോൺഗ്രസ്സുകാരും
ആ വാർത്ത ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചു. പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിഷേധ സമരം നടത്തിയോ ഞങ്ങൾക്കെതിരെയാണ് വിമർശനം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു സമരം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയില്ല. ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരു 100 ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കിപ്പോൾ പോകുന്നില്ല. അതിനിടയിലാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഇപ്പോൾ വി എസിൻ്റെ എന്തോ കടുത്ത ഒരു ശത്രുതയുള്ള ഒരാളാണ്, വി എസിനോട് ശത്രുതയുള്ള ഒരാളാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതിൽ സാമാന്യമായി ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഒരു പത്രം, അതൊരു പത്രം മാത്രമാണ് ആ രീതിയിൽ ആ വാർത്ത കൊടുത്തത്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അന്ന് ഇന്നത്തേതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ അത്ര സജീവമായ ഒരു കാലമല്ല, ഓൺലൈൻ മാധ്യമങ്ങളും അത് കൊടുത്തു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അങ്ങനെ വാർത്ത കൊടുത്ത ഓൺലൈൻ മാധ്യമങ്ങൾ അത് തിരുത്തി. അന്ന് തിരുത്തുക മാത്രമല്ല, അത് വസ്തുതയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വി എസിനെതിരെ അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയിട്ടില്ല, അത് പുറത്തു വന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർ ആ ഓൺലൈൻ മാധ്യമം അത് തിരുത്തുകയും, എനിക്കന്ന് ആ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ആളെ ഒന്നും അറിയുക പോലുമില്ല, ഇപ്പോഴും വ്യക്തിപരമായ പരിചയമൊന്നുമില്ല. പക്ഷേ ആ ആൾ എന്നെ ഫോണിൽ വിളിച്ച് അതിൽ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ തെറ്റായിട്ടൊരു വിവരം കിട്ടിയപ്പോൾ കൊടുത്തതാണ് എന്ന് പറയുകയും ചെയ്ത അനുഭവം എനിക്കുണ്ട്. പക്ഷേ പത്രം തിരുത്താൻ തയ്യാറായില്ല. അതിനെതിരെ ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷമായി ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ അങ്ങനെ അനന്തമായി ചിലപ്പോൾ നീണ്ടുപോകും. അത് മറ്റൊരു ദുര്യോഗമാണ്. അതാണ് ആ ഒരു കാര്യം. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം വി എസ് ഇവിടെ ആലുവയിൽ വന്നപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വി എസിനോട് ചോദിച്ചു. മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം സ്വരാജുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. ആ ചോദ്യം തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം വി എസ് എന്ന് പറഞ്ഞാൽ CPIM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയപരമായ ഒരു സമരത്തിൻ്റെ ഘട്ടത്തിൽ CPIM-ആയി രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണല്ലോ വി എസ്. ഇന്ന് വി എസ് മാത്രമാണ് ആ കൂട്ടത്തിൽ, ആ 32 പേരിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുദീർഘമായ ഒരു കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവ സമ്പത്തുള്ള ഒരു വലിയ നേതാവിനെ ഞാനതുമായി താരതമ്യപ്പെടുത്താനേ പാടില്ല. അത് എല്ലാ അർത്ഥത്തിലും അടിസ്ഥാനരഹിതമായ ഒരു താരതമ്യമാണ്. പക്ഷെ പറയുകയാണ് എന്താണ് പ്രശ്നമുണ്ടോ. പക്ഷേ അതിന് വി എസ് കൊടുത്ത മറുപടി ഒരു പ്രശ്നവുമില്ല എന്നാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പം നടക്കുന്ന പ്രചരണങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ വി എസ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതെല്ലാം കോൺഗ്രസിൻ്റെ തരം താഴ്ന്ന പ്രചാരവേലയാണ്, കോൺഗ്രസിനെയാണ് അദ്ദേഹം ആക്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി പറയുമ്പോൾ ആ മറുപടി പോരാ എന്ന് തോന്നുന്നവരെല്ലാം ഇതെടുത്ത് പറയും, ഇയാൾ വി എസിനെ അങ്ങനെ പറഞ്ഞ ഒരാളാണ് എന്ന് പറയും. വി എസ് തന്നെ അത് വിശദീകരിച്ചു. ഞാനത് കോടതിയിലും പോയി. ഒരു പത്രം മാത്രമാണെന്ന് ആ നിലയിൽ റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് നിയമയുദ്ധം നടക്കുന്നു, ഒരർത്ഥത്തിൽ നടക്കുന്നു. പക്ഷേ ഇതെടുത്ത് ഉപയോഗിക്കുക, അത് നിങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. ഒരു വലിയ മുതിർന്ന ഒരാളെ ഇങ്ങനെ മര്യാദയില്ലാതെ ആക്ഷേപിച്ചൊരുവനാണ് ഇവൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എല്ലായ്പ്പോഴും അതിന് മറുപടി പറയുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ മാധ്യമങ്ങൾ നടത്തുന്നത് അവർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ടൊന്നും നമ്മുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ നമ്മുടെ വീക്ഷണമോ നമ്മുടെ വിശകലന രീതികളോ മാറാൻ പോകുന്നതേയില്ല. മറിച്ച് ഞാൻ ഉന്നയിക്കുന്ന മാധ്യമ വിമർശനത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നത്. അതായത് മാധ്യമങ്ങൾക്കെതിരായി മാധ്യമങ്ങളെ സംബന്ധിച്ച ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ ആ വിമർശനത്തിനാണ് മറുപടി നൽകേണ്ടത്. അല്ലെങ്കിൽ ആ വിമർശനം അടിസ്ഥാനരഹിതമാണെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിനു പകരം വിമർശനം ഉന്നയിച്ച ആളെ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്നത് മാധ്യമങ്ങൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തതാണ്, സാമൂഹ്യ പ്രവർത്തകരാരും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നെഹ്റു ഒരു ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ അന്ന് ഇന്ത്യൻ വർഗീയതയ്ക്കെതിരെ, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വർഗീയമായ ചിന്താഗതികൾക്കെതിരെ, ഹിന്ദു മഹാസഭയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരെല്ലാം നെഹ്റുവിനെ അതിശക്തമായി ആക്രമിക്കുന്നുണ്ട്, കടന്നാക്രമിക്കുന്നുണ്ട്, വ്യക്തിപരമായ കടന്നാക്രമണം. അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് നെഹ്റു അക്കാലത്ത് എഴുതിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ ചില വിമർശനങ്ങൾ മുൻപോട്ട് വെച്ചു, ഹിന്ദു മഹാസഭയുടെ നേതാക്കളെല്ലാം അതികഠിനമായി അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഉന്നയിച്ച വിഷയത്തെ ആരും പരാമർശിച്ചതേയില്ല, ആക്രമണങ്ങളെല്ലാം വ്യക്തിപരമായിരുന്നു എന്നാണ്. അപ്പോൾ പണ്ട് മുതലേ ഈ പ്രശ്നമുണ്ട്. പക്ഷെ പണ്ട് വർഗീയവാദികളും അങ്ങനെയുള്ളവരുമായിരുന്നു ഇത് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ വിപുലമായി മാധ്യമങ്ങൾ പോലും സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഇതെല്ലാം എല്ലാവരും പരിശോധിച്ചാൽ നല്ലത് എന്നേ
ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇതൊരു വ്യക്തിഗത ആക്രമണം, ഒരു നമ്മളിപ്പം പിന്നീട് സൈബർ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ നിർമ്മിത പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ആക്രമണം സൃഷ്ടിക്കുന്ന അത് വ്യക്തിഗതമായിട്ട് ബാധിക്കാറുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് ഡിവൈഎഫ്ഐയുടെ പരിപാടിക്ക് VS ആണ് വന്നത്, തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയാകുമ്പോൾ വരുന്നുണ്ട്. VSനെ കാണുന്ന സമയത്തോ VSനോട് സംസാരിക്കുന്ന സമയത്തോ ഇത് ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്? ഒന്ന്, VSന് ഇപ്പോൾ 100 വയസ്സ് കഴിഞ്ഞു. അതെ, നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും സുദീർഘമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അനുഭവങ്ങളുടെ കർമ്മസാക്ഷിയാണ് അദ്ദേഹം. ഇപ്പം അദ്ദേഹം തീരെ ആരോഗ്യപരമായി അവശ നിലയിലാണ് എങ്കിലും. അപ്പോൾ അദ്ദേഹത്തെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ സ്വാധീനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, പാർട്ടി നേതാക്കന്മാരോട്, ഇപ്പോൾ അത് ഒരു നേതാവ് എന്നുള്ളതല്ല, എല്ലാ നേതാക്കന്മാരോടും പൊതുവായി സ്വീകരിച്ചാൽ വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ ഒരാളോടും. മൺമറഞ്ഞു പോയ നേതാക്കന്മാരും ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന വിവിധ തലങ്ങളിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരും എക്കാലത്തും എൻ്റെ സമീപനം അവരെല്ലാം ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളെ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അങ്ങനെ ഇതിഹാസ സമാനമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമകളാണവർ. അപ്പോൾ അവരെ ആ ആദരവോടെ കാണുക, ആദരവിൻ്റെ അകലം, ഒരു ആദരവിൻ്റെ അകലം ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരോടും, ഇന്നയാളെന്നല്ല, എല്ലാവരോടും ഒരു ആദരവിൻ്റെ അകലം, അതാണ് ഏറ്റവും ശരിയായ പ്രയോഗം എന്നെനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയും, പക്ഷെ ആ വാക്ക് അത്ര നല്ലൊരു വാക്കല്ല. അതിലൊരു ഭക്തിയും ഒരു ഭയവും ഒക്കെ അതിനെ ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കും. ഒരു ആദരവിൻ്റെ അകലം വെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെ ഇന്നുവരെ ഞാൻ നേരിട്ട് കാണുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിയായിരിക്കും. ചിലപ്പോൾ നാം വഹിക്കുന്ന ഉത്തരവാദിത്വവുമായി, ഓരോ കാലത്തും നമ്മൾ വഹിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ചെയ്യുകയും വേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഞാനെപ്പോഴും കാണുക. അതല്ലാതെ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ആരോടും ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അത്ര ശരിയല്ലാത്ത എൻ്റെ നിലപാടുകളോ എൻ്റെ കാഴ്ചപ്പാടായിരിക്കും. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് സമന്മാരായി നിൽക്കുന്നവരാണ് ഇവരൊക്കെ. നമ്മളെക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും അവരുടെ സമയത്തിന് അത്രയും വിലയുള്ളതുമാണ് എന്ന് കരുതുന്നത് കൊണ്ടുകൂടിയാവാൻ ഞാനതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷേ VSുമായി ഞാൻ ആദ്യമായി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുമ്പോൾ VS ഒക്കെ ഉണ്ട്. നിയമസഭയിൽ അംഗമാവുന്ന സമയത്ത് VS ആ നിയമസഭയിലുണ്ട്. ആ സമയത്തൊക്കെ ഇടയ്ക്ക് കാണുകയും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യേണ്ടി വരും. ആ നിലയിൽ വളരെ ഒരു പുതിയ സഖാവ് എന്ന നിലയിലുള്ള സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ നയിച്ചൊരു ജാഥയ്ക്ക് പതാക കൈമാറാൻ അദ്ദേഹം കാസർഗോഡ് യാത്ര ചെയ്ത് കാസർഗോഡ് വരെ വരികയുണ്ടായി. നിയമസഭയുടെ മുമ്പിൽ അക്കാലത്ത് ഒരു സമരം, ഒരു അനിശ്ചിതകാല നിരാഹാരം നടന്നപ്പോൾ ഹാരമണിയിച്ച സമരപ്പന്തൽ ഇരുത്തുന്നത് അദ്ദേഹമാണ്. അതിലൊന്നും ഈ തരത്തിലുള്ള ഇപ്പോൾ പൊതുസമൂഹം ഒരുപക്ഷെ സംശയിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലും ഒരു സ്വാധീനം ഇത്തരം വാർത്തകൾ അദ്ദേഹത്തിൽ ചെലുത്തിയതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ ആദരവിൻ്റെ അകലം പറഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര വൈകാരികമെന്ന് തോന്നുന്ന രീതിയിലുള്ള 2 കുറിപ്പുകൾ EMSനെ കുറിച്ച് എഴുതിയതും, അതായത് ഒരു വളരെ ചുരുങ്ങിയൊരു ഹൈക്ക് പോലെ എഴുതിയ സാധനത്തിൻ്റെ അവസാനം സഖാവിന് എന്നെ അറിയാമായിരുന്നു, എനിക്ക് സഖാവിനെ എന്നാണ് കോടിയേരിയുടെ വിയോഗശേഷം എഴുതിയിരുന്നത്. ഇപ്പം കോടിയേരിയുടെ അസാന്നിധ്യം പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലും അണികളൊക്കെ എല്ലാ കാലത്തും ഈ തുടർച്ചയായി ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റൊരു സമ്മേളന കാലത്ത്, കോടിയേരി ഇല്ലാത്തൊരു മറ്റൊരു സമ്മേളന കാലത്ത് എങ്ങനെയാണ് കോടിയേരിയെ വിലയിരുത്തുന്നത്? അതിൽ EMS എന്ന് പറഞ്ഞാൽ ഞാൻ EMSനെ വലിയ ഈ പറഞ്ഞ പോലെ ആദരവോട് മാത്രമല്ല അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരാളാണ്. EMS 98-ലാണ് വിട പറയുന്നത്. അദ്ദേഹം വിട പറയുന്ന സമയത്ത് SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകനാണ് ഞാൻ EMSനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. 3 പ്രസംഗങ്ങളെ EMSൻ്റെ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് EMSൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അദ്ദേഹം പോയ സമയത്ത് ഈ വല്ലാതെ ക്ലേശിച്ച് EMS പ്രസംഗിക്കുന്നു. കാരണം വല്ലാത്ത പ്രസംഗം തടസ്സപ്പെടുത്തുന്ന വിക്കാണല്ലോ. പക്ഷേ ജനങ്ങൾ ആ പ്രസംഗം കേട്ടിരിക്കുന്ന അദ്ദേഹം അത്ഭുതത്തോട് കൊണ്ടത് കമൽഹാസൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് EMSൻ്റെ പ്രസംഗം കേൾക്കുന്നത് 94-ലാണ്. എനിക്ക് അന്നേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുൻപ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല.
അപ്പോൾ ഒരു പാർട്ടി ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് EMS. ഒരു 25,000 പേരെങ്കിലും ഉണ്ടാവും ആ മൈതാനത്ത്. ഒരു വലിയ പുരുഷാരമാണ്, ഒരു വൻ ജനാവലി. അപ്പോൾ ആ ജനാവലിയുടെ മുമ്പാകെ EMS പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരു ഉത്സവപ്പറമ്പിലേതെന്ന പോലെയുള്ള ആരവങ്ങൾക്കിടയിലാണ് EMS പ്രസംഗിക്കുന്നത്. പക്ഷേ EMSൻ്റെ പ്രസംഗം, EMSൻ്റെ ആദ്യ വാചകം വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ 25,000 വരുന്ന അല്ലെങ്കിൽ അതിലധികം വരുന്ന ആ മഹാസമൂഹം, ഒരു ജനസഞ്ചയം EMSൻ്റെ ഒരു വാക്കിന് വേണ്ടി കാതോർത്തിങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആളുകളെ രസിപ്പിക്കുന്നതൊന്നുമില്ല, തമാശകളോ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല. അല്ലെങ്കിൽ നമ്മൾ ചില തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ പറയുന്നത് പോലെയുള്ള അങ്ങനത്തെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ വളരെ കൃത്യം, വ്യക്തം, കാര്യമാത്ര പ്രസക്തം. അതാണ് EMSൻ്റെ പ്രസംഗത്തെ വിശേഷിപ്പിക്കാൻ 3 വാക്കിൽ വിശേഷിപ്പിച്ചാൽ ഞാൻ വിശേഷിപ്പിക്കുക. കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു, അളന്നു കുറിച്ച വാചകങ്ങൾ. വിവിധ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, ഒരുപക്ഷെ അതിൽ നിരക്ഷരരായ ഒരുപാട് ആളുകളുണ്ടാകും. അവരെല്ലാം കാതു കൂർപ്പിച്ച് ആ പ്രസംഗത്തിന് ഓരോ വാക്കിനും വേണ്ടി കാത്തിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം മറ്റൊരു പ്രസംഗം കേൾക്കുന്ന ജനസഞ്ചയം ഇത്രമാത്രം ക്ഷമാപൂർവം, ഇത്രമാത്രം ഏകാഗ്രതയോടെ കാത്തിരിക്കുന്നതായി കണ്ടിട്ടില്ല. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ വാചകവും ഒരു പാഠമെന്ന പോലെ ആളുകളുടെ ഹൃദയത്തിൽ പതിയുമായിരുന്നു. അതിലൊരു അവ്യക്തതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ EMS എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഇത് ഹോച്ചിമിനെയാണ് അന്ന് കോട്ട് ചെയ്തത്. EMSനെ കുറിച്ച് ഓർത്തപ്പോൾ മരിച്ചെന്നത് വസ്തുതയല്ല. അത് ഹോച്ചിമിൻ ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹോച്ചിമിൻ്റെ വളരെ ചിന്തോദ്ദീപകമായൊരു കുറിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഡെത്ത് ഈസ് നോട്ട് റിയൽ എന്നാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. മരണം യാഥാർത്ഥ്യമല്ല എന്ന് പറയാം. മരണം യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഹോച്ചിമിൻ എഴുതുന്നത് ഡെത്ത് ഈസ് നോട്ട് റിയൽ എന്നാണ്. എനിക്ക് തോന്നുന്നു ഡെത്ത് ഈസ് നോട്ട് റിയൽ വെൻ വൺ ഹാസ് ഡൺ ഹിസ് ലൈഫ്സ് വർക്ക് വെൽ എന്നാണ് ഹോച്ചിമിൻ എഴുതുന്നത്. അപ്പോൾ നിരതരായ ആളുകൾക്ക് മരണമില്ല എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് EMSന് ശരിക്കും യോജിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ EMSൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ, അത് ജനങ്ങളുമായി സംവദിക്കുന്ന രീതി, അതെല്ലാം അത്ഭുതകരമായിരുന്നു. ഈ ഒരു പ്രസംഗം എൻ്റെ ഒരു അനുഭവം എന്ന നിലയിൽ കൂടി ഞാൻ ഓർത്തു വയ്ക്കുന്നുണ്ട്. കാരണം സാധാരണ നിലയിൽ ഒരു പ്രഭാഷകന് അനുയോജ്യമായ ഒരു രീതിയായിരുന്നില്ല. കാരണം പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന കഠിനമായ വിക്കുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രസംഗത്തിന് കേരളം കാതോർത്തിരുന്നു. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ത്യാഗം, ധൈഷണികമായ മികവ്, ഈ കാര്യങ്ങളിലെല്ലാം EMS ഉന്നത ശീർഷനാണ്. അപ്പോൾ അതായിരിക്കും ആ കുറിപ്പിൽ ഒരു പക്ഷേ പ്രതിഫലിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാനങ്ങനെ 3 പ്രസംഗമേ EMSൻ്റെ കേട്ടിട്ടുള്ളൂ. EMSനെ അടുത്ത് കണ്ടത് 1-2 തവണയാണ് ആയിരിക്കും. ഒരു വാക്കുപോലും ഞാൻ EMSനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. കോടിയേരിയുടേത് അങ്ങനെയല്ല. കോടിയേരിയുമായിട്ട് ദീർഘകാലം വിവിധ ചുമതലകൾ, ഞാൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി കോടിയേരിയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ സെക്രട്ടറിയുമായി പല കാര്യങ്ങളും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടി വരും. അതിനു മുൻപും ചില പ്രത്യേക ചുമതലകൾ, ആ ചുമതലകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അത്തരം സന്ദർഭങ്ങളിലെല്ലാം അപ്പോൾ ഒരുപക്ഷെ നിരന്തരം ഇടപെടേണ്ടി വരുന്ന ചില അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെഴുതിയിട്ടുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ അറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമേ അല്ല. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയെ, ആ വ്യക്തി സ്വീകരിച്ച ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു അഭിപ്രായം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വ്യക്തിയെ വിലയിരുത്തുക. പക്ഷെ അത് മാത്രമല്ലല്ലോ ആ വ്യക്തി, മറ്റു കുറേ കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു വ്യക്തി. അപ്പോൾ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് അറിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് കുഞ്ഞാലിയാണ്. വെടിവെച്ച് കൊല്ലുകയായിരുന്നില്ലേ കുഞ്ഞാലിയെ? ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് രാമന്തളിയിലാണ്, നിങ്ങളുടെ നാട്ടിൽ. OK കുഞ്ഞിക്കണ്ണൻ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടത് നമ്മുടെ ചാവക്കാടാണ്, വത്സലൻ. കഷണങ്ങളായി വെട്ടിക്കൊന്നു വത്സലനെ. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷാണ് കൊല്ലപ്പെട്ടത് രാജ്യത്ത് ആദ്യമായിട്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നിരന്തരമായ ആക്രമണമാണ്. എത്ര മനുഷ്യരെ കൊന്നു കേരളത്തിൽ. അഴീക്കോടൻ ആണ് കേരളത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവ്. ഈ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്.